ഇന്നാണെങ്കിൽ എനിക്ക് തീരെ സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. നാളെ രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രാവിലെ എഴുന്നേറ്റ സമയത്ത് ഭയങ്കര വൊമിറ്റിങ്ങും കാലുവേദനയും ശരീരം വേദനയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങാനും പോണ വഴി എങ്ങനെ തലകറങ്ങി വീണാലോ എന്ന് ഓർത്തിട്ട്. കാര്യം ഈ പ്രാവശ്യം നമ്മൾ ബസ്സിന് പോകേണ്ടി വരും. ഉണ്ണിയില്ല ഇവിടെ, ഞാൻ എൻ്റെ വീട്ടിലാണ്. ഉണ്ണി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ബസ്സിന് പോകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വന്നാലോ ഇനി അതൊരു കോംപ്ലിക്കേഷൻ ആവണ്ടല്ലോ എന്നോർത്ത് അവിടെ തന്നെ ഇരുന്നു നാളെ പോകാൻ ഓർത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മച്ചി സിനിമ കാണാമെന്ന് പറഞ്ഞ് പോപ്കോണൊക്കെ എടുത്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തയ്ക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാങ്ങ തിന്നാൻ തോന്നണമെന്ന് പറഞ്ഞാൽ അവന്മാരെ കൊണ്ട് മാങ്ങ തിന്നാനായിട്ട് പറിക്കാനായിട്ട് പോയ സമയത്ത് മൽബറിയും കൂടി നിൽക്കണമിട്ട് ഞാൻ മൽബറിയും കാരക്കയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് മാങ്ങ എല്ലാം ചെനച്ചതായിരുന്നു. അപ്പോൾ ചെനച്ച മാങ്ങ കഴിക്കണമെന്നും പറഞ്ഞ് തന്നെ പൊക്കത്തേക്ക് കയറി ചെന്നത്. അങ്ങനെ അവരെ കൊണ്ട് മാങ്ങയും പറിപ്പിച്ച് മാങ്ങയും പിന്നെ ഉച്ചയ്ക്ക് തണ്ണിമത്തനും കൂടി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തണ്ണിമത്തനും കൂടെ ഞാൻ കൂട്ടിയിരുന്ന് കഴിച്ചു നോക്കുവാണ് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാം. ഞാനിങ്ങനെ ഇടയ്ക്ക് മറ്റേ ഷോർട്സ് കാണും, മറ്റേ വിയേർഡ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് എന്തോ അങ്ങനത്തെ ടേസ്റ്റിൻ്റെയൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി. പക്ഷേ രസമുണ്ടായിരുന്നു, ടേസ്റ്റായിരുന്നു. പക്ഷേ തണ്ണിമത്തം കുറച്ചുകൂടി തണുത്തിരുന്ന് വെച്ചുകൊണ്ട് എനിക്ക് പിന്നെയും മാങ്ങ കഴിക്കണതിനേക്കാളും കൂടുതൽ തണ്ണിമത്തനെ കഴിക്കാൻ തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊന്നും ഞാൻ കുറച്ച് ഉഷാറായിരുന്നു. പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഉച്ചക്കത്തേക്ക് ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വയ്യാത്ത കൊണ്ടിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ചോറ് കഴിക്കാൻ ഇരുന്നിട്ടാണെങ്കിൽ ഞാൻ അമ്മച്ചിനോട് ഇങ്ങനെ പറയും എനിക്ക് ഉണക്കച്ചെമ്മിനും മാങ്ങയും പിന്നെ പയറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ അതൊന്നും കഴിച്ചിട്ട് വായിലൊരു ടേസ്റ്റും കിട്ടുന്നില്ല. വൊമിറ്റ് ചെയ്തതിൻ്റെയാണ് എന്തിൻ്റെയാണെന്നൊന്നും അറിയില്ല. ടേസ്റ്റും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഇന്നലത്തേക്ക് ദിവസം 2-3 ദിവസമായിട്ട് എനിക്ക് ഒട്ടും വയ്യ. ഒന്നാമത്തെ കാര്യം എന്താ പറ്റിയെന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് ശരീരം വേദനയാണെങ്കിൽ ഇപ്പോൾ ഒട്ടും വയ്യ എനിക്ക്. അങ്ങനെ അവിടെ ഇരുന്ന് അതൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ട് ഞാൻ അമ്മച്ചോണ്ട് ഇങ്ങനെ പറയുമായിരുന്നു എനിക്ക് ഒട്ടും വയ്യാന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അടുക്കള ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. കാര്യം അമ്മച്ചി എല്ലാം കൊണ്ട് നീ സ്ലാബിൻ്റെ മുകളിൽ വെക്കും. അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടോ. കുളിച്ച് വന്നപ്പോഴേക്കും ഒന്ന് ഉഷാറായി. അപ്പോൾ ഞാൻ തച്ചു പണി മാറ്റി വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ കഴിക്കാൻ വല്ലതും വേണമെന്ന്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കാനൊന്നും വേണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ മദാമപ്പുല്ല് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് അവൻ മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവനത് മേടിച്ചിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ അതൊക്കെ ഇരുന്ന് വാരി വലിച്ചിരുന്നിട്ടുണ്ട്. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ച് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇപ്പോൾ ഇവനാണേലും ഉണ്ണിയാണേലും അങ്ങനെ തന്നെയാണ്. ഞാൻ കുറേ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് മേടിച്ച് തരുവാണെങ്കിൽ എൻ്റെ പകുതി മുക്കാലും അവർ എന്നെ കൊണ്ടുപോകും. എനിക്കാണെങ്കിൽ കുറച്ചേ കിട്ടത്തുള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പിന്നത്തേക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാലും പിന്നെ എനിക്കത് കിട്ടൂല. അങ്ങനെ അവൻ അതിൻ്റെ ഇടയിൽ നിന്ന് കുറേ വാരിക്കൊണ്ട് പോകണ്ടായിരുന്നു. അവിടെ നിന്ന് ഇടല്ലേന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വാവിച്ച് കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കുറേ ഇങ്ങനെ സാധാരണ മദാമപ്പുല്ല് പോലെയല്ല, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഊർന്ന് പോകുമായിരുന്നു. അതാണ് കേട്ടോ.